നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പ്രവാസികൾക്ക് ഓൺലൈനായി ഭൂനികുതി അടയ്ക്കാൻ സൗകര്യമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സർക്കാരിന്റെ 3ാം വാർഷികത്തിൽ ഏറ്റവുമധികം പട്ടയ വിതരണം നടന്ന ജില്ല പാലക്കാടെന്നും മന്ത്രി. ആലത്തൂർ, പാലക്കാട്, ചിറ്റൂർ താലൂക്കുകളിലായി 3000-ലേറെ പേർക്ക് കൂടി പട്ടയം നൽകി. എരുമയൂർ ഫസ്റ്റ് വില്ലേജ് ഓഫീസ് കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മറാണ്ടത്തിൽ ചെലവ് പെരുപ്പിച്ചു കാണിച്ചിട്ടില്ലെന്ന് തൃശൂരിൽ മന്ത്രിയുടെ വിശദീകരണം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അജ്ഞാത മൃതദേഹം. മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത് സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്തെ 2ാം കവാടത്തിനടുത്ത്. തലയിലും നെറ്റിയിലും മുറിവുകൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൈക്രോ ഫിനാൻസിന്റെ മറവിൽ നടക്കുന്ന ബ്ലേഡ് മാഫിയ പ്രവർത്തനത്തിനെതിരെ ഷൊർണൂർ കാരക്കാട് ജനകീയ കൂട്ടായ്മ. ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. പ്രവാസികൾക്ക് ഓൺലൈനായി ഭൂനികുതി അടയ്ക്കാൻ സൗകര്യമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആലത്തൂർ താലൂക്ക് തല പട്ടയമേളയുടെയും എരുമയൂർ ഫസ്റ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്മാർട്ടാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന 100 ദിന കർമ്മ പരിപാടിയിലൂടെ ജില്ലയിൽ 9176 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ആലത്തൂർ താലൂക്കിൽ 1212 പട്ടയങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ 9176 പട്ടയങ്ങൾ ഇന്ന് ഔപചാരികമായി കൈമാറുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൽ ഞങ്ങൾ ഇതോടുകൂടി ഒരു പുതിയ റെക്കോർഡ് കൂടി ഇട്ടിരിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത ഒരു നമ്പർ 1,77,106 എന്ന വിധത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തതാണ്. എന്നാൽ സന്തോഷം, ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ആലത്തൂർ പവിത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ.ഡി. പ്രസേനൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. പി. സുമോദ് എം.എൽ.എ. മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ എസ്. ചിത്ര, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് എ. ഷൈനി, എരുമയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. പ്രേമകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് ചിറ്റൂർ താലൂക്ക് തല പട്ടയമേള ചിറ്റൂരിൽ സംഘടിപ്പിച്ചു. പട്ടയ വിതരണത്തിൽ 1ാമത് പാലക്കാട് ജില്ലയാണെന്ന് പട്ടയമേള ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ രാജൻ പറഞ്ഞു. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മറാണ്ടത്തിൽ ചെലവ് പെരുപ്പിച്ചു കാണിച്ചിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിന് 1 രൂപ പോലും നൽകാത്ത കേന്ദ്ര നടപടിയെ ന്യായീകരിക്കാനാകില്ല. 1 രൂപ പോലും നൽകാതെ കേരളം കൂടുതൽ പണം ചോദിച്ചെന്ന് പറയുന്നത് അപഹാസ്യമാണ്. ചെലവാക്കുന്ന പണം മാത്രം കേന്ദ്ര സർക്കാർ നൽകിയാൽ മതിയെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ആക്ച്വൽസ് എന്ന് പറയുന്നത് അന്ന് ഏതാണ്ട് ആഗസ്റ്റ് 9 കൊടുത്ത എസ്റ്റിമേറ്റാണ്. ദുരന്തമുണ്ടായി 8 ദിവസം കഴിഞ്ഞ് 9ാം ദിവസം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഇനി ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ റെസ്ക്യൂ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇത്ര വരെ ഉണ്ടായേക്കാം. അതിന്റെ ആക്ച്വൽസ് ഞങ്ങൾക്ക് തരണം. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ബില്ല് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആക്ച്വൽസ് അത് തന്നാൽ മതി. അതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ. ഒന്നും തരാത്തതിനെ കുറിച്ച് പറയാത്തവർ. കേരളം കൊടുത്ത നിവേദനത്തിൽ കേരളത്തിന് ഒരു പണവും കിട്ടിയതല്ല. ഇതിനു മുമ്പ് ഓരോ വർഷത്തെയും കൊടുത്തതും കിട്ടിയതുമായിട്ടുള്ള തുക വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം പറയാം. 4482 കോടി ആവശ്യപ്പെട്ടപ്പോൾ എത്ര കിട്ടി? 1842 കോടി ആവശ്യപ്പെട്ടപ്പോൾ എത്ര കിട്ടി? 2013 മുതൽ നമ്മൾ കൊടുത്ത എല്ലാ മെമ്മോറാണ്ടവും ഇപ്പോൾ NDMA-യുടെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ അത് പച്ചയായ കാര്യമാണ്. ഒരു എക്സാഗറേഷനും ഇല്ല. എസ്റ്റിമേഷനാണത്. ചെലവായതും ചെലവാകാൻ സാധ്യതയുള്ള തുകയാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്തുള്ള 2ാം കവാടത്തിനടുത്താണ് മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 8:45-ഓടെയാണ് നടപ്പാതയ്ക്ക് സമീപത്തെ കാനയോട് ചേർന്ന് മൃതദേഹം കണ്ടത്. മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ദേഹത്ത് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രദേശത്തുള്ളവരാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് റെയിൽവേ പാർക്കിംഗ് ജീവനക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. പാർക്കിംഗ് ജീവനക്കാരാണ് വിവരം റെയിൽവേ പോലീസിന് കൈമാറിയത്. നെറ്റിയിലും തലയിലും മുറിവുകളുണ്ട്. മൃതദേഹത്തിന് സമീപത്തുനിന്ന് ഇയാളുടേതെന്ന് കരുതുന്ന ബാഗ് കണ്ടെടുത്തിട്ടുണ്ട്. ടൗൺ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
മൈക്രോ ഫിനാൻസിന്റെ മറവിൽ നടക്കുന്ന ബ്ലേഡ് മാഫിയ പ്രവർത്തനത്തിനെതിരെ ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കാരക്കാട് മേഖലയിൽ മൈക്രോ ഫിനാൻസിന്റെ മറവിലെത്തുന്ന ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെ ഭീഷണി മൂലം പല കുടുംബങ്ങളുടെയും ജീവിതം അസ്വസ്ഥമായ സാഹചര്യത്തിലാണ് ജനകീയ കൂട്ടായ്മയുമായി കാരക്കാട് ഫ്രണ്ട്സ് ക്ലബ്ബ് രംഗത്തെത്തിയത്. ക്ലബ്ബ് പരിസരത്ത് നടന്ന ജനകീയ കൂട്ടായ്മ ഷൊർണൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാൻ പറ്റുമെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പൊതുവായിട്ട് പറയാൻ കഴിയുകയാണെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഇതിന് ശേഷം ഇതിന് ബാധിക്കപ്പെട്ട ആളുകൾ എൻ്റെ അടുത്ത് വരണം, ഞങ്ങൾക്ക് പേരും വിവരങ്ങൾ തരണം, ആ ഏത് കമ്പനിയുടെ ലോണാണെന്ന് പറയണം, അതിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കണമെന്ന് പറയണം, ഈ പിരിക്കാൻ വരുന്ന ആൾക്കാരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എനിക്ക് തരണം. ക്ലബ്ബ് പ്രസിഡന്റ് KP സുധീഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ CK സൗമ്യ, വിജയപ്രകാശ് ശങ്കർ, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ GSPO സുരേഷ് കുമാർ, K രാധാകൃഷ്ണൻ, C ബിജു, PK സഞ്ജയൻ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെയാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിൽ വാർഡ് സമ്മേളനങ്ങൾ തുടങ്ങി. കസ്തൂർബയിൽ നടന്ന സമ്മേളനം ചാർജ് സെക്രട്ടറി മൂസ പെങ്ങാട്ടിരി ഉദ്ഘാടനം ചെയ്തു. വയനാട് വെച്ച് നടന്ന സുധാകരനും VD സതീഷിനും എല്ലാം ഒരുമിച്ചിരുന്ന് എല്ലാ നേതാക്കളും ഒരുമിച്ചിരുന്ന് തീരുമാനമാണ് മിഷൻ 25 അത് വരാൻ പോകുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ പാർട്ടിയെ സജ്ജമാക്കുകയാണ്. അത് അമ്പലപ്പാറയെക്കുറിച്ച് എല്ലാം നമുക്ക് സംസാരിക്കേണ്ടി വരും. അമ്പലപ്പാറയെക്കുറിച്ച് അതിൻ്റെ മുൻ സെക്രട്ടറിമാരോടൊക്കെ അന്വേഷിച്ചു. അതുപോലെ വിജയമാഷുണ്ടായിരുന്നു, അതുപോലെ വിജയനുണ്ടായിരുന്നു, സത്യനുണ്ടായിരുന്നു, അവരുടെ അന്വേഷിച്ചാണ്. അമ്പലപ്പാറ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധീനതയുള്ള ഒരു പഞ്ചായത്തായിട്ടാണ്. അതിൽ നിന്നൊരു മാറ്റം വരണം. അതിന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് മാത്രം നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കാരണം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ K കബീർ, KC അബ്ദുൾ റഹ്മാൻ, MP മുജീബ് റഹ്മാൻ, KA ബഷീർ, K കുഞ്ഞിമുഹമ്മദ്, M ഹരീഷ്, നുഫൈൽ പുളിക്കൽ, PK സൈദലവി, അൻഷിഫ്, റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി. കാരക്കാട് ഫസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പുല്ലാർട്ടുപാറ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രകടനം സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ലോക വീക്ഷണം നമ്മളെ പാർട്ടിക്കുണ്ട്. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ അതെല്ലാം എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നത് പോലെ ഇന്ത്യയെ ബാധിക്കുന്നതാണ്, എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സാർവദേശീയ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ പാർട്ടി പ്രവർത്തനം ഒരു ശരിയായ ദിശയിൽ നമുക്ക് നടത്താൻ സാധിക്കും. K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, ലോക്കൽ കമ്മിറ്റി അംഗം KN അനിൽകുമാർ, ബ്രാഞ്ച് സെക്രട്ടറി C രാഗേഷ്, P അരുൺ, V വിനീത്, CK സൗമ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വയനാടിനൊരു കൈത്താങ്ങുമായി കോട്ടായി വെസ്റ്റ് പുളിനെല്ലി NSS കരയോഗം. കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിനായി സ്വരൂപിച്ച തുക ആഘോഷം ലളിതമാക്കി വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരുജ്ജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മനുഷ്യസ്നേഹത്തിന് ഉദാത്തമായ മാതൃകയാണ് ഇത്തരം ഒരു ചടങ്ങിലൂടെ, കൈമാറ്റത്തിലൂടെ ഇവിടെ വെളിവാക്കപ്പെടുന്നത് എന്നത്. മനുഷ്യൻ എന്ന പദം എത്രമാത്രം മഹത്തരമാണ്, മനുഷ്യ സ്നേഹമാണ്, മറ്റുള്ളവരെ സഹായിക്കലാണ്. ഈ നമ്മളെല്ലാം ഒരു ചെറിയ ജീവിതമാണ്. യഥാർത്ഥത്തിൽ
മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു 70 വയസ്സ് വളരെ ചെറിയൊരു കാലം മാത്രമാണ്. വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കരുതലാകുക എന്നത് ശരിയായി. PP സുമോദ് MLA തുക ഏറ്റുവാങ്ങി. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് മോഹൻരാജ് അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, കാലടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി A നാരായണൻകുട്ടി സ്വാഗതവും വൈസ് പ്രസിഡന്റ് മുകുന്ദൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കരയോഗം അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അനുകൂലമായ കോടതി വിധികളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് PFPA. സെപ്റ്റംബർ 22-ന് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഭാവി സമരപരിപാടികൾ ചർച്ച ചെയ്യുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാർലമെന്റ് കമ്മിറ്റികളും കോടതി വിധികളും തൊഴിലാളികൾക്ക് അനുകൂലമാണ്. നിലവിലുള്ള പെൻഷൻ പരിഷ്കരിക്കണമെന്ന വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ്. PF-ൽ കേന്ദ്ര സർക്കാർ വിഹിതം കേവലം 1.6% മാത്രമാണ്. തൊഴിലാളി വിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പെൻഷൻ പരിഷ്കരിക്കുന്നില്ലെന്ന് മാത്രമല്ല, PF-കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിൻ യാത്രാ സൗകര്യം ഉൾപ്പെടെ നിർത്തലാക്കി. പെൻഷൻ കണക്കാക്കുന്ന രീതിയിലെ മാറ്റം തന്നെ PF ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നല്ല പെൻഷൻ കൊടുക്കാൻ പറ്റും. ഇത് 2013 രാജ്യസഭ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ഭഗത് സിംഗ് കോഷിയാരി എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നതാണ്. അദ്ദേഹം പിന്നെ മന്ത്രിയായി, ഒന്നും നടന്നില്ല, അതിനെ ചുട്ടിക്കളഞ്ഞു. അങ്ങനെ നിരവധി കോടതി വിധികൾ, നിരവധി ഗവൺമെന്റ് തലത്തിലുള്ള പഠനങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നടപ്പിലായില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഈ അപ്പീല് സുപ്രീം കോടതി വന്നപ്പം 15 ലക്ഷം കോടി രൂപ വേണ്ടി വരുമെന്നാണ് ഗവൺമെന്റ് വക്കീല് സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. അങ്ങനെ ഒരു കണക്ക് സ്ഥിതിവിവര കണക്കൊന്നും മറ്റോ അഡ്വക്കേറ്റ് ജനറലിന്റെ അല്ല, ഈ അക്കൗണ്ടന്റ് ജനറലിന്റെ കയ്യിലുമില്ല, ഗവൺമെന്റ് കയ്യിലുമില്ല, EPFയുടെ കയ്യിലുമില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഭയപ്രഭിക്കാൻ വേണ്ടി പറഞ്ഞതാണത്. ജില്ലാ പ്രസിഡന്റ് P സദാനന്ദൻ, സെക്രട്ടറി R പുരുഷോത്തമൻ, ട്രഷറർ VP രാധാകൃഷ്ണൻ, V രാമകൃഷ്ണൻ, C കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ കടമ്പൂരിൽ MR മാധവൻ അനുസ്മരണവും അനുമോദന സദസ്സും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കടമ്പൂർ BVA LP സ്കൂളിലാണ് MR മാധവൻ അനുസ്മരണവും SSLC +2 അനുമോദന സദസ്സും നടത്തിയത്. അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാഴ്ചപ്പാടുകളും വിശകലനങ്ങളും നമ്മുടെ നേതൃപാഠവും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുമാണ് ഒരു മനുഷ്യനെ എത്രത്തോളം മനുഷ്യത്വമുള്ളവനാണ് എന്ന് ചിത്രീകരിക്കുന്നത്. അപ്പോ മാധവേട്ടന്റെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ മഹാമനസ്കതയും അദ്ദേഹത്തിന്റെ മനുഷ്യത്വവും ഉള്ളിൽ ഇന്നും കെടാതെ സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇനിയും ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ വിഭാഗമാണ് ഈ നാട്ടിലെ കുട്ടികൾ എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ വാർഡ് മെമ്പർ A വിജിത അധ്യക്ഷയായിരുന്നു. P മോഹനകുമാരി, T മോഹനകുമാരൻ, വിദ്യാർത്ഥി പ്രതിനിധി ആർദ്ര, ശ്രീനിവാസൻ മേലേതിൽ തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദന സദസ്സിൽ ഉപഹാര സമർപ്പണവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് അട്ടപ്പള്ളം മറിയം വില്ലേജിൽ വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കലാവിരുന്ന് സംഘടിപ്പിച്ചു. പരിപാടി വാളയാർ സർക്കിൾ ഇൻസ്പെക്ടർ NS രാജീവ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് MK പുഷ്കരൻ മുഖ്യാതിഥിയായി. ഫൗണ്ടേഷൻ ചെയർമാൻ AA മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PA ബഷീർ, ജില്ലാ സെക്രട്ടറി അബ്ദുറബ്, പ്രസിഡന്റ് ദീപുചന്ദ്, സക്കീർ, സുബി പാലക്കാട്, മോഹൻദാസ്, മാത്യു ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാസികൾക്ക് ഓൺലൈനായി ഭൂനികുതി അടയ്ക്കാൻ സൗകര്യമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സർക്കാരിന്റെ 3ാം വാർഷികത്തിൽ ഏറ്റവുമധികം പട്ടയ വിതരണം നടന്ന ജില്ല പാലക്കാടെന്നും മന്ത്രി. ആലത്തൂർ, പാലക്കാട്, ചിറ്റൂർ താലൂക്കുകളിലായി 3000-ലേറെ പേർക്ക് കൂടി പട്ടയം നൽകി. എരുമയൂർ ഫസ്റ്റ് വില്ലേജ് ഓഫീസ് കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മറാണ്ടത്തിൽ ചെലവ് പെരുപ്പിച്ചു കാണിച്ചിട്ടില്ലെന്ന് തൃശൂരിൽ മന്ത്രിയുടെ വിശദീകരണം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അജ്ഞാത മൃതദേഹം. മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത് സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്തെ 2ാം കവാടത്തിനടുത്ത്. തലയിലും നെറ്റിയിലും മുറിവുകൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
മൈക്രോ ഫിനാൻസിന്റെ മറവിൽ നടക്കുന്ന ബ്ലേഡ് മാഫിയ പ്രവർത്തനത്തിനെതിരെ ഷൊർണൂർ കാരക്കാട് ജനകീയ കൂട്ടായ്മ. ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.